പണ്ട് തറവാട്ടിൽ നടത്തുന്ന ഒരു പൂജയെ പറ്റിയാട്ടൊന്ന് പറയണത്. പറക്കുട്ടി കലശം എന്നാണ് അതിൻ്റെ പേര്. പേര് കേൾക്കുമ്പോൾ കൂടോത്രം പോലെയൊക്കെ തോന്നണില്ലേ? പക്ഷെ കൂടോത്രം ഒന്നും അല്ല കേട്ടോ. ഇത് വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പൂജയാണ്. ഇപ്പോൾ തൊടിയിലുള്ള അലറിമരത്തിൻ്റെ ചുവട്ടിൽ 3 കല്ല് വെച്ചിട്ട് ഇതാണ് പറക്കുട്ടിയായിട്ട് സങ്കല്പിക്കണത്. അപ്പവും അവിലും മലരും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പൂജയാണിത്. ഇപ്പോൾ വീട്ടിൽ തന്നെയുള്ള കാര്യസ്ഥൻ കുട്ടനായിരുന്നു പൂജാരി. ഇതിൻ്റെ ഏറ്റവും രസമായ സംഭവം എന്ന് വെച്ചാൽ പാറക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ കൊല്ലും. പാവം കോഴി. അതിനോട് മാത്രം എന്തിനാണാവോ പക്ഷാഭേദം. ചിലപ്പോൾ ഈ വളർത്തുമൃഗങ്ങളുടെ ആയുരാരോഗ്യത്തിൻ്റെ പൂജയിൽ ഈ കോഴിയുടെ പേര് പറയില്ലായിരിക്കും. എന്തായാലും എനിക്ക് ഈ പൂജ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീട്ടിലന്ന് കുറച്ച് വിരുന്നുകാർ വരും, അടുത്തുള്ളവരൊക്കെ തന്നെ. പിന്നെ കോഴിയിറച്ചിയുടെ കൂട്ടാനും കഴിക്കാമല്ലോ. അപ്പോൾ ഈ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വികൃതിയുടെ പൊടിപൂരായിരിക്കും. അപ്പം അമ്മ പറയും ഇവരൊക്കെ പോട്ടെ വെച്ചിട്ടുണ്ട്. എവിടെ ആര് കേൾക്കാൻ? ഞങ്ങൾ മാക്സിമം അത് മുതലാക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ട് അപ്പവും ദോശയും അടയും ഇഡ്ഡലിയും കുറേ സംഭവം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് അടുക്കളയിലൊക്കെ സഹായിക്കുമല്ലോ. അപ്പം അന്ന് കലച്ചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുക. ഒരു കോഴീനെ കൊല്ലുള്ളൂ. പക്ഷെ എന്താണ്, വന്നവർക്കൊക്കെ ഇഷ്ടം പോലെ ചിക്കൻ കറി കൂട്ടാൻ പറ്റും. എന്താ കാര്യം, വരുന്നവരും പോണവരും ഒക്കെ കറിയിൽ വെള്ളം ഒഴിക്കും. ആരൊക്കെ അടുക്കളയിൽ വന്നവരൊക്കെ തിരി വെള്ളം ഒഴിച്ചിട്ട് പോകും ആ കറിയിൽ. അങ്ങനെ ഒരു കലച്ചട്ടി നിറച്ച് ചിക്കൻ കറി ആയിരിക്കും. പക്ഷെ നല്ല സ്വാദാണ് കേട്ടോ അതിന്. ആ മസാലക്കൂട്ട് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല മണവും സ്വാദൊക്കെ ഉള്ള ചിക്കൻ കറി ആയിരിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ച് രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങും. പിന്നെ വികൃതി കാട്ടിയതിൻ്റെ തല്ലൊന്നും കിട്ടില്ല കേട്ടോ. അമ്മ അതൊക്കെ മറന്നിട്ടുണ്ടാവും.